ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കിഡ്സ് ത്രിൽ എന്ന പറയുന്ന ബ്രാൻഡിൻ്റെ 1:64 സ്കെയിലുള്ള മിനി താറാണ്. നമുക്കിതൊന്ന് അൺകാർഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. സാധാരണ ഹോട്ട് വീൽസ് കാർഡിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടിയുള്ളൊരു കാർഡാണിത്. കൂടാതെ ഇതിൻ്റെ അർക്കലിക് ബോക്സ് വന്നിരിക്കുന്നത് നല്ല ടെമ്പർ ഉള്ളൊരു ബോക്സാണ്. പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും കട്ട് ചെയ്ത് വരാൻ പറ്റത്തില്ല. നല്ല രീതി കുറച്ച് പണിയെടുത്തു. നല്ല ക്വാളിറ്റിയുള്ള അർക്കലിക്കിൻ്റെ കവർ ആയതുകൊണ്ട് എടുക്കുമ്പോൾ സൂക്ഷിക്കണം, അല്ലെ കൈമുറിയും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മിനി താർ എന്ന് പറഞ്ഞ മോഡൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോൾ തന്നെയാണല്ലോ അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടൊരു മിനി താറിൻ്റെ ഷേപ്പ് ഒന്നുമില്ല. ഏകദേശം നമുക്ക് എടുത്തു പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മാരുതി സുസുക്കിയുടെ ജിമ്മി എന്ന് പറഞ്ഞൊരു മോഡലില്ലേ, അതിൻ്റെ എക്സാക്റ്റ് ഷേപ്പാണ് കാണുന്നത്. അതുപോലെ തന്നെ സൈഡ് വ്യൂവിൻ്റെ ലുക്കൊക്കെ അത്യാവശ്യം കൊള്ളാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ ടൈൽ ലാമ്പിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പക്കയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിക്കിയിൽ വരുന്ന സ്റ്റെപ്പിന് ടയർ അത്യാവശ്യം വലിപ്പമുള്ള ടയറാണ് ഇരിക്കുന്നത്. സാധാ ടയറിൻ്റെ വലിപ്പമുള്ളതല്ല. കാണാനുള്ള ലുക്കിന് വേണ്ടിയായിരിക്കാം മേ ബി അങ്ങനെ ചെയ്തിരിക്കുന്നത്. 4x4 ബാഡ്ജിങ് കാണാം. ബ്ലാക്ക് ഫോണ്ടിലാണെങ്കിലും ഒരു ഗോൾഡൻ ടെക്സ്ചറിലാണത്. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നോക്കുവാണെങ്കിൽ തന്നെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സൈഡ് ലൈറ്റും എല്ലാം പക്ക ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിലൊക്കെ ആണെങ്കിലും വിസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും എടുത്തു പറയുവാണെങ്കിൽ എൻ്റെ വിൻഷീൽഡ് വരുന്ന സൈഡ് ഗ്ലാസ്സും എല്ലാം ഈ പറയുന്ന ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോഴും എൻ്റെ വിഷൻ അത്ര ക്ലിയർ അല്ല. പിന്നെ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ടോപ്പ് വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വരുന്നത്. ബോഡി മെറ്റലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഷാസി വരുന്ന ഭാഗം ഒക്കെ വരുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ടയറും കാര്യങ്ങളും എല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടയർ കുറച്ചും കൂടെ ബൾക്കി ആയതുകൊണ്ട് ഒരു ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയൊക്കെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. ഇതിനകത്ത് ജെയ്സിലുള്ള പഞ്ചിങ്ങും കാര്യങ്ങളും സീരിയൽ നമ്പറും ISA മുദ്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 149 റുപ്പീസാണ്. ഇത് ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ടോയ് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഇത് നമുക്ക് ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ്. നമുക്ക് ആമസോൺ വഴിയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈയിലും നമുക്കിത് അവൈലബിൾ ആണ്. ഫസ്റ്റ് ക്രൈയിൽ നിന്ന് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇത് എക്സാക്റ്റ് സെയിം മോഡൽ കിട്ടും. ആമസോണിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാർഡിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ്റെ വ്യത്യാസമേ കാണത്തുള്ളൂ. പ്രോഡക്റ്റ് സെയിം തന്നെയായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് പറയുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ല് അത്യാവശ്യം ഡീറ്റെയിലിംഗ് കുറവാണ്. പക്ഷേ ബമ്പറിൻ്റെ ഭാഗത്ത് വരുന്ന ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഓവറോൾ ഇത് നല്ലൊരു കാസ്റ്റിംഗ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീലിൻ്റെ സസ്പെൻഷനാണ്. സാധാരണ പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ ഞാൻ ഇതുപോലൊരു സസ്പെൻഷൻ കണ്ടിട്ടുള്ളൂ. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിനകത്ത് ഇങ്ങനെ ഒരു സസ്പെൻഷനോട് കൂടിയ മോഡൽ ഞാൻ കണ്ടിട്ടില്ല. ഷാലോയ്സിനൊന്നും ഒരു ഡീറ്റെയിലിംഗ് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് ജസ്റ്റ് ഒരു ടോയ് കാറല്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഡൈകാസ്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഒരു വികാരം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീലിൻ്റെ സ്ക്രോളിങ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. സോ അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ് ഇതിനകത്ത് ഇൻറ്റീരിയർ പോർഷൻസ്. സ്റ്റിയറിംഗ് ആണെങ്കിലും സീറ്റ്സ് ആണെങ്കിലും പക്ക റിയലിസ്റ്റിക്. ഒരു തരി വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് അവർ മേക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇന്ത്യൻ മോഡലായിട്ട് അവതരിപ്പിച്ചിരിക്കുമെങ്കിലും ഇതിൻ്റെ സ്റ്റിയറിംഗ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. റൈറ്റ് സൈഡിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയേനെ. നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ ഒരു രക്ഷയില്ല. 4 ടയേഴ്സിനും പക്ക സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. 4x4 റിയലിസ്റ്റിക് സസ്പെൻഷനോട് കൂടി ഒരു മോഡൽ. പ്രീമിയം ആയിട്ടുള്ള ബൊറാഗോ ബ്രാൻഡ്സിലൊക്കെയാണ് ഞാനിത് കൂടുതലും കണ്ടിട്ടുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.